അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറുതായിട്ടൊരു കറി വെക്കാം. ഇത് ഇന്ന് കൊഴുവ കേട്ടോ, ചെറിയ കൊഴുവയാണ്. ഞാൻ മുറിച്ച് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ടിട്ടൊരു സൂപ്പർ കറി വെക്കാം. ഇത് കറിയല്ല, ഒലത്താണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെക്കാം. ഇതെങ്ങനെയാണ് വെക്കണം നോക്കാം. തേങ്ങ, ഉള്ളി, വേപ്പില, വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം, ഒരു 2-3 മണി ഇതാ. അപ്പം ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് കൊഴുവ ഇതെങ്ങനെയാണ് വെക്കണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കൊഴുവലത്ത് വെക്കാം. ഇതെൻ്റെ നാടൻ സ്റ്റൈലാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പരിപ്പിൽ 2 പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ 2 വേപ്പില, തേങ്ങ എല്ലാം ഇട്ടുങ്ങായിട്ട്, പച്ചമുളക് 2 എണ്ണം. അപ്പോൾ എല്ലാം ഇട്ടുങ്ങായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കറിയാണിത് കേട്ടോ. മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ, മുളകൊന്നും ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടേക്കണം കേട്ടോ. നമ്മളുടെ ഒരു സ്റ്റൈലാണ്. ഇട്ടിട്ടുണ്ട്. തീ കുറച്ച് വെക്കാം. ഇത് നമുക്ക് തേങ്ങ ഇടാം. അരച്ച് വെച്ച തേങ്ങയാണ് ഉള്ളത്. ചെറിയ തീയില ഇട്ടേക്കുന്നത്. അതിന് തേങ്ങ പിരിഞ്ഞു പോകും, നോക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ കുറച്ച് മതി. അങ്ങനെ കൊഴുവായതുകൊണ്ട് കൊഴുവൊക്കെ ചെറിയ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പം കറിക്ക് ഉപ്പ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനത് മീൻ ഇതിലോട്ട് കൊഴുവ ഇതിലേക്ക് ഇടാൻ പോണേ കേട്ടോ. നല്ല വെള്ള കൊഴുവ കൊഴുവയാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ചൂടാവും മുന്നേ തന്നെ വേണേ ഇങ്ങനെ മറിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. ചെറിയൊരു വെളുത്ത് കറിയാണ്, നല്ല രസമാണ്. ഞാൻ അധികം ഒരുപാട് എൻ്റെ കറിയിലേ ഞാൻ ഒരുപാട് ചേരുവകളൊന്നും കൂട്ടൂല. നമുക്ക് ആവശ്യമുള്ള മാത്രം കൂട്ടിയാലോ. കുറേ അതും ഇതൊക്കെ കൂട്ടിയിട്ട് വീഡിയോ വലിച്ച് നീട്ടണ്ട. അപ്പോൾ ചെറിയ ചെറിയ കറികളാണ് ഞാൻ ഒരാൾ 2 ആൾക്കൊക്കെ സൂപ്പറായിട്ട്. ഇച്ചിരി മീനൊക്കെ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വെക്കാനും, മതിയുള്ളവർക്ക് അധികം അതനുസരിച്ച് എടുത്തിട്ട് വെക്കാനൊക്കെ വരെ. ഇത് കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതേ മസാല ഉണ്ട്, മസാല പാത്രമാണ്. അപ്പോൾ അത് ഒരു തുള്ളി അതൊന്ന് കഴുകി ഒഴിക്കണേ കേട്ടോ. വെള്ളം പിന്നെ ഇനി ഒഴിക്കേണ്ട, ആ മസാല ഒന്ന് കഴുകി ഒഴിച്ചാണ് ഞാൻ. ജീരകം ഇട്ടുണ്ട് 2 മണി, 5-6 മണി. നല്ല ജീരകം, ചെറിയ ജീരകം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ചെറിയ ജീരകത്തിന് നല്ല ജീരകം, വലിയ ജീരകത്തിന് പെരുംജീരകം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് താനൊന്ന് സഹായിക്കണം, രക്ഷിക്കണം. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. അതിൽ കൂവരിയായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കണം. നല്ല സൂപ്പർ. എല്ലാവർക്കും അറിയാത്തൊരു കുറേ പേരുണ്ടാവുമല്ലോ. ഓക്കെ, ബൈ ബൈ. നമുക്കിതിങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് തന്നെ വേകും. 1 മിനിറ്റ് മതി കേട്ടോ. ഇപ്പോൾ തന്നെ വേകും. ഇപ്പോൾ നമുക്ക് കാണും വേവട്ടെ. മസാല പാത്രമാണ്. അപ്പോൾ അത് തുള്ളി അതൊന്ന് കഴുകി ഒഴിക്കണേ കേട്ടോ. വെള്ളം പിന്നെ ഇനി ഒഴിക്കേണ്ട, ആ മസാല ഒന്ന് കഴുകി ഒഴിച്ചാണ് ഞാൻ. ജീരകം ഇട്ടുണ്ട് 2 മണി, 5-6 മണി. നല്ല ജീരകം, ചെറിയ ജീരകം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ചെറിയ ജീരകത്തിന് നല്ല ജീരകം, വലിയ ജീരകത്തിന് പെരുംജീരകം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് താനൊന്ന് സഹായിക്കണം, രക്ഷിക്കണം. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. അതിൽ കൂവരിയായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കണം. നല്ല സൂപ്പർ. എല്ലാവർക്കും അറിയാത്തൊരു കുറേ പേരുണ്ടാവുമല്ലോ. ഓക്കെ, ബൈ ബൈ. പിന്നെ എൻ്റെ കറിയിലേ ഞാൻ ഒരുപാട് ചേരുവകളൊന്നും കൂട്ടൂല. നമുക്ക് ആവശ്യമുള്ള മാത്രം കൂട്ടിയാലോ. കുറേ അതും ഇതൊക്കെ കൂട്ടിയിട്ട് വീഡിയോ വലിച്ച് നീട്ടണ്ട. അപ്പോൾ ചെറിയ ചെറിയ കറികളാണ് ഞാൻ ഒരാൾ 2 ആൾക്കൊക്കെ സൂപ്പറായിട്ട്. ഇച്ചിരി മീനൊക്കെ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വെക്കാനും, മതിയുള്ളവർക്ക് അധികം അതനുസരിച്ച് എടുത്തിട്ട് വെക്കാനൊക്കെ വരെ.
ഇത് കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇവിടെ ഈ മസാല ഉണ്ട്. അപ്പം നമുക്ക് കൊഴുവലത്ത് വെട്ടാം. ഇതെൻ്റെ നാടൻ സ്റ്റൈലാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പരിപ്പിൽ 2 പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ 2 വേപ്പില, തേങ്ങ എല്ലാം ഇട്ടുങ്ങായിട്ട്, പച്ചമുളക് 2 എണ്ണം. അപ്പോൾ എല്ലാം ഇട്ടുങ്ങായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കറിയാണിത് കേട്ടോ. മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ, മുളകൊന്നും ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടേക്കണം കേട്ടോ. നമ്മളുടെ ഒരു സ്റ്റൈലാണ്. ഇട്ടിട്ടുണ്ട്. തീ കുറച്ച് വെക്കാം. ഇത് നമുക്ക് തേങ്ങ ഇടാം. അരച്ച് വെച്ച തേങ്ങയാണ് ഉള്ളത്. ചെറിയ തീയില വെക്കുന്നത്. അതിന് തേങ്ങ പിരിഞ്ഞു പോകും. നോക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാം. കുറച്ച് മതി. അങ്ങനെ കൊഴുവായതുകൊണ്ട് കൊഴുവൊക്കെ ചെറിയ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പം കറിക്ക് ഉപ്പിലാ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനത് മീൻ ഇതിലോട്ട് ഇതിലേക്ക് ഇടാൻ പോണേന്. നല്ല വെള്ള കൊഴുവാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ചൂടാവും മുന്നേ തന്നെ വേണേ ഇങ്ങനെ മറിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. ചെറിയൊരു വെളുത്ത് കറിയാണ്. നല്ല രസമാണ്. ഞാൻ അധികം ഒരുപാട് ചെയ്ത് നമുക്കിത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് തന്നെ വേകും. ഒരു മിനിറ്റ് മതി കേട്ടോ. ഇപ്പോൾ തന്നെ വേകും. ഇപ്പോൾ നമുക്ക് തന്നെ കാണിക്കും. വേവട്ടെ.